ഹായ്, ഷാജിയുടെ മക്കൾക്ക് എഗൻസ്റ്റ് ആയി ഞാൻ എന്തോ ചെയ്തു എന്നുള്ളൊരു ടൈമാണ് ഇങ്ങനെ പ്രചാരത്തിൽ വരുന്നത്. ഞാൻ കണ്ടു ഒത്തിരി പേര് അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടു. ആക്ച്വലി മക്കൾക്ക് എഗൻസ്റ്റ് ആയിട്ടല്ല, തിരിത്തിരിക്കരുത് കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു റൈറ്റ്സ് ഉണ്ട്, അതിനാണ് ചൈൽഡ് ലൈൻ എന്ന് പറയുന്നത്. ചൈൽഡ് ലൈൻ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും 3 വയസ്സിന് ശേഷം പിന്നെ അത് സർക്കാരിൻ്റെതാണ്. ഈ രാജ്യത്തെ പൗരന്മാരാണ്. അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാർ തലത്തിൽ നിന്നുകൊണ്ട് അന്വേഷണം നടത്തി അത് സുഗമമാക്കുക എന്നൊരു ഉത്തരവാദിത്തമാണ് ചൈൽഡ് ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ ക്രൈമായിട്ട് എന്തെങ്കിലും ചെയ്താൽ, കൊലപാതകം, മോഷണം ഇത്യാദി കർമ്മങ്ങൾ, ബലാത്സംഗം ചെയ്താൽ പോലും കുട്ടികളെ മറ്റു പണിഷ്മെന്റിന് കൊടുക്കാതെ ചൈൽഡ് ലൈൻ ഏറ്റെടുക്കും. 18 അണ്ടറിൽ ഉള്ള ഏജിൽ ചെയ്ത ക്രൈമുകൾക്ക് അവർക്ക് തന്നെ ഒരു കോടതി ഉണ്ടാകും. അതേപോലെ തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആ രീതിയിൽ എടുത്ത ശേഷം അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ജയിലുമുണ്ട്. അതാണ് ദുർഗുണ പരിഹാര പാഠശാല എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കുട്ടികളുടെ റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലങ്ങളാണ്. കുട്ടികൾ ശത്രുക്കളല്ല. എനിക്ക് പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല. അവരുടെ അമ്മ പറയുന്ന തോന്നിവാസങ്ങളാണെങ്കിൽ അത് പുതിയതായിട്ടൊരു സംഭവമൊന്നുമില്ല. ആരൊക്കെയും എൻ്റെ ശത്രുക്കൾ പോയി കൊണ്ടു കൊടുക്കുന്ന ഒരേ പാട്ട്. ഇപ്പോൾ ഗീബൽസിൻ തിയറി ഉണ്ട്. ഒരു കഥ തന്നെ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ സത്യമാകുമെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തരം ഇത്. അതിൽ കാമിതയുണ്ട്, ഫിജോ ഉണ്ട്, അങ്ങനെ കുറേ എനിക്കെതിരായിട്ട് നിൽക്കുന്ന തട്ടിപ്പുകാരികളും വെട്ടിപ്പുകാരികളും ചേർന്ന് നടത്തുന്ന ഒരു കുപ്രചരണം. ഞാൻ അതിന് പുല്ല് വില പോലും കൊടുക്കുന്നില്ല. അതിൻ്റെ റീസൺ എന്നൊന്നും സത്യമായ കാര്യങ്ങളല്ല. നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് 2 വിവാഹമുണ്ട്. ആദ്യത്തെ ഭർത്താവുമായി ഞാൻ സെപ്പറേറ്റഡ് ആണ്. രണ്ടാമത്തെ ആൾ മരണപ്പെട്ടതാണ്. ഞാൻ വിധവയാണ്. എനിക്ക് 2 ആൺമക്കളാണ്. അതിൽ എനിക്ക് ഒരു അഭിമാനക്ഷതമോ ബോധമില്ലായ്മയോ ഒന്നുമില്ല. കൃത്യമായ കാര്യമാണ് അത്. ആര് പറഞ്ഞാലും അതിനകത്ത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഇത്രേ ഇതിനകത്തുള്ളൂ. അല്ലാതെ അതിന് പെൺവാണിഫും 69 ദിവസം ജയിലിൽ ഇതിനൊക്കെ ഞാൻ നിയമപരമായിട്ട് പോയിട്ടുമുണ്ട്. ഇതൊക്കെ ആ കുട്ടി അവിടെ കിടന്ന് റിപ്പീറ്റ് ചെയ്താൽ എനിക്കൊന്നുമില്ല. പിന്നെ പുതിയ അപ്പം പഴയ അപ്പം അവളെന്ത് പറയണം അതുപോലെയൊക്കെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഞാൻ തന്നെ ഒരു ഷോർട്സ് ഇട്ടിന് എനിക്ക് എന്തോരം കമൻസ് ഒന്നും നിങ്ങൾ എന്നെ കണ്ടതാണ്. നമുക്കൊരു നിലവാര തകർച്ച വരാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഭാഗം. എനിവേ, ഈ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലേക്ക് വരാം. 5 കുട്ടികൾ, അരുമയായ 5 മക്കൾ. അവൾ ആർക്കൊപ്പം പോയി ഉണ്ടാക്കിയാൽ 5 കുട്ടികൾക്ക് റൈറ്റ്സ് ഉണ്ട്. അവർ ഇന്ത്യൻ പൗരന്മാരാണ്. പ്രത്യേകിച്ച് ഇസ്ലാം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന 5 മക്കൾ. അവർ ചെയ്യുന്ന എല്ലാ ക്രൈമും മൊത്തം അപരവൽക്കരണം ഏർപ്പെടുന്ന ഇസ്ലാം സമൂഹം ഏൽക്കേണ്ടി വരും എന്നുള്ള ഒരു വൈഷമ്യത്തിലാണ് ഞാൻ ഇതിനകത്ത് മുൻകൈ എടുത്തത്. ആ കുട്ടികൾ സേഫ് ആയിരിക്കണം. സ്കൂളിൽ പോയി നിന്നതുകൊണ്ട് എൻ്റെ മക്കളെ മിസ്യൂസ് ചെയ്തു, അവിടുത്തെ മാനേജർ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ വെല്ലുവിളിക്കുന്ന ഇവൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് ചെയ്യണം. ഇപ്പം നമ്മുടെ സ്കൂൾ തലങ്ങളിൽ നമ്മുടെ കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് കൃത്യമല്ല എങ്കിൽ അത് നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകരുത്. കൃത്യമായി നമ്മളെ തെളിവുണ്ടെങ്കിൽ ആക്ഷൻ എടുക്കുക, സ്ട്രോങ് ആയിട്ട് അതിനെതിരെ നിൽക്കുക. കാരണം അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നൊരു സ്കൂളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇത്തരത്തിൽ ഭ്രാന്തിയായ ഒരു അമ്മയുടെ മക്കളെ അവിടെ എടുക്കാൻ അവർ ചിന്തിക്കും എന്നുള്ളതാണ് വസ്തുത. നിസ്സാര കാര്യം പറഞ്ഞ് അവർ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളുടെ റൈറ്റ്സിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആ പെൺകുട്ടി ചെയ്യുന്നുണ്ട്. പൊടി മക്കളുള്ള വീട്ടിൽ തെറി വിളിക്കല്ലേ, പൊടി മക്കൾ കേൾക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെയൊക്കെ പലരും വിലക്കുന്നുണ്ടല്ലോ. എനിക്ക് പൊതുവിൽ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നു എന്നൊരു പേര് ഉള്ളത് വാസ്തവമാണ്. കാരണം കുട്ടികളെ വെച്ചുകൊണ്ട് ഒരുമാതിരി തോന്നിവാസം കാണിക്കുന്നവർക്കൊക്കെ എഗൻസ്റ്റ് ആയിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു പേരാണ് ഞാൻ കുഞ്ഞുങ്ങളെ പറയണം. ഇവിടെയും അങ്ങനെയാണ് വരുന്നത്. കുട്ടികൾക്ക് എഗൻസ്റ്റ് ഞാൻ കേസ് കൊടുക്കുന്നു. ഒരിക്കലുമല്ല. കുഞ്ഞുങ്ങളുടെ റൈറ്റ്സ് കിട്ടണം. അവരുടെ അവകാശമാണത്. അപ്പനെ മരിച്ചിട്ടുള്ളൂ. അപ്പൻ ഒരു തോന്നിവാസിയായിരുന്നു. അപ്പൻ ഈ തള്ളയെ ഒതുക്കാൻ അറിയാത്തത് കൊണ്ട് കയറി തൂങ്ങി മരിച്ചു കളഞ്ഞു. തള്ളയും തോന്നി കണക്ക് നടക്കുകയാണ്, കണ്ടിടന്നിറങ്ങി നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഉമ്മ, ആ കുട്ടികൾക്ക് നല്ലത് കൊടുക്കത്തില്ല. ഒന്നാമത്തെ വീട്ടിൽ ഉമ്മയുടെ ഉമ്മ ഉണ്ടായിരുന്നു. അവരെ തല്ലുന്നു, അവരെ ഇറക്കി വിടുന്നു, പച്ചത്തെറി വിളിക്കുന്നു, തുണി പൊക്കി കാണിക്കുന്നു. ഉമ്മുമ്മായും തുണി പൊക്കി കാണിക്കുന്നു, ഉമ്മച്ചിയും തുണി പൊക്കി കാണിക്കുന്നു. ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ്. അതൊന്നും എടുത്ത് ഞാൻ ഇവിടെ റീപ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ കണ്ടതാണ്, ഞാൻ ഈ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഷാജി ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ തന്നെ കുട്ടികൾ കാണാൻ പാടില്ലാത്ത തരത്തിലുള്ളതാണ്. പിന്നെ തെറി എല്ലാ ദിവസവും ലൈവ് വരുന്നുണ്ട്. അതൊരു നല്ലൊരു ടൈമാണ്. അവർക്ക് പറയാനുള്ളത് അവർ ലൈവിൽ കൂടെ പറഞ്ഞു വിട്ടെ. പക്ഷെ അപ്പോൾ വരുന്ന കമൻറ്റുകളിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ച് പറയേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഞാനും പറയാറുണ്ട്. വല്ലതൊക്കെ വന്ന് പറയും, മോശപ്പെട്ട കാര്യം കളി തരുമോ മറ്റൊന്നൊക്കെ ചോദിക്കും. ഭയങ്കര ദേഷ്യം വരാറുണ്ട്. തിരിച്ച് നമ്മൾ തെറിയൊക്കെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെ നീക്കി നിർത്തുക എന്നുള്ളതാണ്. അവരെന്തായാലും കൊച്ചൊരു 18 വയസ്സാകാതെ കുട്ടികൾ മൊബൈലൊന്നും എടുക്കത്തില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. ഇപ്പം എല്ലാ കുട്ടികളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം അതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കൊടുക്കാതിരിക്കണം. ഫസ്റ്റിംഗ് ആണ്. 2, കുട്ടികൾ എടുക്കുന്നതാണ് എന്നുള്ള ഒരു ബോധത്തിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ഇടാൻ ശ്രദ്ധിക്കണം. ഇവരുടെ വീഡിയോ എല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നതോടൊപ്പം കുട്ടികൾ അത് കാണുകയും ചെയ്യും. അപ്പം ആ മക്കളുടെ ഭാവിയെ അത് ബാധിക്കും എന്നുള്ളതാണ് എൻ്റെ വിഷയം. രണ്ടാമത് ഇളയ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഷാരിക്ക് മോൻ, അവൻ എന്നെ എന്തെല്ലാം പറയണം, കൊന്നുകളയെന്നൊക്കെ പറയണത് അത്രയും ഒഫൻസീവാണ്. അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം ഞാനൊരു കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ കുഞ്ഞിന് ബാധിക്കും, പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതൊക്കെ എനിക്കറിയാം. അതൊന്നും ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കുട്ടികൾക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ആ പയ്യൻ എന്നെ വിളിച്ച കോൾ റെക്കോർഡിംഗ് പോലും ഞാൻ അവിടെ കൊടുത്തിട്ടില്ല. ഞാൻ നല്ല തെറി വിളിക്കുന്നുണ്ട്, പക്ഷെ എന്നെയാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതൊക്കെ പരാതിയായിട്ട് കൊടുക്കാം. ചെറുക്കനിക്ക് നല്ല കിട്ടും. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അവർക്ക് ഇൻഫർമേഷനാണ് കൊടുത്തത്. 5 മക്കളെ അവൾ വല്ലാണ്ട് ഹറാസ് ചെയ്യുന്നുണ്ട്, ആളുകളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്, ആളുകളെ തെറി വിളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, ആ കുട്ടികളുടെ മുമ്പിൽ നിന്ന് അസഭ്യം പറയുന്നുണ്ട്, തുണി പൊക്കി കാണിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുൽസിതങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ പരാതിയുടെ പൂർണ്ണ രൂപം. അപ്പോൾ ആ പരാതി ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തതെന്നാണ്. തിരുവനന്തപുരത്ത് എനിക്ക്
ജസ്ന സലീമിനെതിരെ ഞാൻ കൊടുത്ത കേസിൽ മൊഴി കൊടുക്കാനുണ്ടായിരുന്നു, കോടതിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോയ അവസരത്തിൽ ഞാൻ അവിടെയാണ് കൊടുത്തിട്ടുള്ളത്. എനിക്കറിയാം ഒരു പാലക്കാടാണ്, പാലക്കാട് ചൈൽഡ് ലൈൻ ഉണ്ട്, CWC അവിടെയും ഉണ്ട്. അപ്പോൾ അവിടം വരെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഞാൻ ഇവരോട് റിക്വസ്റ്റ് ചെയ്തൊന്ന് ഫോർവേഡ് ചെയ്യണം. അത് അവർ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ഷാനിഫ മാഡമാണ് എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു. വിളിച്ചതിൻ്റെ ഇതാണ് ഇവിടെ കാണുന്നത്. എന്നെ വിളിച്ചത് എന്നെ കോൺടാക്ട് ചെയ്തു. തീർച്ചയായിട്ടും ഇതിനെതിരെ ആക്ഷൻ ഉണ്ടാകും. കാരണം അത് തെറ്റായ ഒരു നടപടിയാണ് അവർ ചെയ്യുന്നത്. കുട്ടികളെ ഇനിമേലിൽ ഈ വീഡിയോകളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ റെസിപ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി വരും ദിവസങ്ങളിൽ ഒന്നുകൂടെ പാലക്കാട് CWCയിൽ പോയാൽ അതിൻ്റെ റെസിപ്റ്റ് എനിക്ക് കിട്ടും. അങ്ങനെ ആർക്കൊക്കെ വേണമെങ്കിലും പോകാം. അങ്ങനെ എത്ര പേർക്ക് റെസിപ്റ്റ് കിട്ടിയോ ആ റെസിപ്റ്റ് വെച്ചിട്ട് യൂട്യൂബിലേക്ക് പരാതി അയച്ചു കഴിഞ്ഞാൽ ചാനലിൽ അവളുടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള എല്ലാ വീഡിയോസും റിമൂവ് ചെയ്യാൻ ചാനൽ നിർദ്ദേശം കൊടുക്കും, യൂട്യൂബ് നിർദ്ദേശം കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ അറിഞ്ഞതിൻ്റെ നിയമവശം. താല്പര്യമുള്ളവർ അത് ചെയ്യുക. നിരന്തരമായ റിപ്പോർട്ടിങ്ങും കുട്ടികളെ വെച്ചിട്ടുള്ള ഇത്തരം അട്രോസിറ്റിയും ഒക്കെ തന്നെ യൂട്യൂബ് നോട്ട് ചെയ്യുകയും അതിനെതിരെ കർശനമായ നിയമം വരികയും ചെയ്യും. ഇപ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നത് അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ട്, നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മോണിറ്റൈസേഷൻ കട്ടാകും, അതായത് പൈസ കിട്ടത്തില്ല. പിന്നീട് ഗ്രാജുവലി ചാനലും കട്ടാകാൻ നല്ല സാധ്യതയുള്ളൊരു സംഗതിയാണ് ഇത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിട്ട് നിങ്ങൾ ചെയ്തില്ല, അങ്ങനെയല്ല. ഞാൻ പരാതി വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും അയച്ചു തരാം. CWCയുടെ നമ്പർ പബ്ലിക്കിൽ കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനതൊക്കെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഞാൻ പാസ് ചെയ്യാം. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെയും കൂടെ ജോലിയാണ്, അവർ ശല്യം ചെയ്തത്. ഒത്തിരി ശല്യം ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാകും. നിങ്ങൾ കണ്ട ആ ഒരു സ്പെസിഫിക് തിങ് അത് കോപ്പി പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് അവർക്ക് അയച്ചു കൊടുത്തിട്ട് വിഷയം വളരെ ചുരുക്കി ഒരു പരാതിയായിട്ട് എഴുതി കൊടുത്ത് അവർ റെസിപ്റ്റ് തരും. പാലക്കാടുള്ളവർ ചെയ്യേണ്ടത്, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ചെയ്യേണ്ടത്, CWC വരെ ഒന്ന് പോയി ഈ പരാതി കൊടുത്താൽ അവരോട് റെസിപ്റ്റ് തരും. ആ റെസിപ്റ്റ് എനിക്ക് അയച്ചു തന്നാൽ റിപ്പോർട്ടിങ് ഞാൻ ചെയ്ത് കൊടുത്തോളാം. ഇപ്പം ഫോളോ അപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും ചെയ്യും. പിന്നെ രണ്ടാമത് എനിക്ക് തോന്നുന്നു ഉത്തര ഉണ്ണി ഒരു വീഡിയോ ചെയ്തത് ഞാൻ കണ്ടു. ഉത്തര ഉണ്ണിയുടെ വീഡിയോയിൽ കൂടെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ഷാജിദയുടെ വീഡിയോ ഇരുന്ന് കാണാറില്ല. കാരണം എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പിന്നെ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് എന്നൊരു ബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കാണാൻ പോകാറില്ല. അപ്പോൾ ഉത്തര ഉണ്ണി പറയുന്നത് തന്നെ എൻ്റെ കാലിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു, നീ എഴുന്നേറ്റ് ഇവിടം വരെ വന്ന് നിന്നൊന്ന് സംസാരിക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടായിരുന്നു എന്നാ പറയുന്നത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. കാരണം ശരിയാണ്, അവൾ പറയുന്ന ഒരു വലിയൊരു ഇതാണ്. എനിക്ക് നടക്കാൻ പറ്റാത്തൊരു സ്ത്രീയാണ്, തീരെ നടക്കാൻ പറ്റത്തില്ല. ഒത്തിരി ഞാൻ വണ്ടി ഓടിക്കും, കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ എനിക്ക് എവിടെയെങ്കിലും നിന്നേ പറ്റുള്ളൂ. എൻ്റെ കാലുകൾക്ക് തീരെ ശക്തിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അത് ജന്മന വന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, ചില സാഹചര്യങ്ങൾ മാനസികമായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ഒരു സൈഡ് പാരലൈസ് ആയിട്ട് അതിൽ നിന്ന് സ്ലോലി റിക്കവറായി ഇവിടെ എത്തിയിരിക്കുന്നവളാണ്. ഇങ്ങനെ എത്താൻ തന്നെ എനിക്ക് കഴിഞ്ഞത് വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നവളാണ്. ഞാനൊരു 8 മാസത്തോളം ബെഡിലായിരുന്നു. എൻ്റെ മകനാണ്, മൂത്ത മകനാണ് എന്നെ നോക്കിയത്. അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ എടുത്തിട്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. ഇനി ഒന്ന് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, ഞാൻ കോഴിക്കോട് പോയപ്പോൾ തന്നെ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് അത്രയും ദൂരം വാക്കിംഗ് സ്റ്റിക്കാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മുൻപ് വീൽ ചെയർ ആയിരുന്നു, ഇപ്പോൾ വാക്കിംഗ് സ്റ്റിക്കാണ്. ഇനി ഗ്രാജുവലി ആ സ്റ്റിക്കും കൂടെ മാറണം എന്നുള്ളത് എൻ്റെ ഒരു പ്രാർത്ഥനയാണ്. നടന്നു, ഇല്ലെങ്കിൽ എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരാളെ ഇകഴ്ത്താനായിട്ട് 3 ഭർത്താവ്, 4 ഭർത്താവ്, 4 മക്കൾ, 40 മക്കൾ എന്നൊക്കെ പറയാനുള്ള എല്ലാ റൈറ്റ്സും അവൾക്കുണ്ട്. അത് പറയുമ്പോൾ അവൾക്കും അതുപോലെ ഒന്നും ഉണ്ടായിരിക്കരുത് എന്നുള്ള നിർബന്ധമാണ്. അതങ്ങനെയാണ്. നമ്മുടെ കൂന്നിൽ പുണ്ണ് വെച്ചിട്ട് മറ്റൊരുത്തൻ്റെ മറ്റത് നോക്കി പറയുന്നത് ശരിയല്ലല്ലോ എന്നുള്ളത്. അതായത് ഒരാളുടെ ചെറുവിരലിൻ്റെ പ്രശ്നത്തിന് കാലി മന്തുളവും പറയരുതെന്ന് പറയുന്നത് പോലത്തെ ഒരു കാര്യമാണ്. വിവാഹം കഴിഞ്ഞു, 5 കുട്ടികളെ അയാൾ ഉണ്ടാക്കി കൊടുത്തു, 5 അയാളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായെന്ന് പറയുന്നു. നല്ല കാര്യം, 5 പേരെയും അയാളിൽ നിന്ന് തന്നെ ഉണ്ടായത്. അത് അയാൾ അറിഞ്ഞിട്ടില്ലല്ലോ. അയാൾ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടത് മനസ്സിലാക്കിയിട്ടുള്ള കയറി തൂങ്ങിച്ചെത്തുകയാണ്. അയാൾ മരിച്ച ശേഷം ഒരെണ്ണത്തിന് അഴിച്ചു കളഞ്ഞു എന്ന് ഇവിടെ നാത്തും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു? അതെന്തായിരുന്നു? അത് ആരിൽ നിന്നുണ്ടായതായിരുന്നു? പോട്ടെ, ഇനിയിപ്പോൾ അതും അതിൻ്റെ ഇടയ്ക്ക് ഒരാളും കൂടെ വന്നു. അപ്പം ഇയാളും അടുത്തൊരാളും എന്ന് പറയുന്നത് ഷറഫ് അലി എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരൻ പയ്യൻ്റെ പിറകെ പോയതിന് അവൻ്റെ വീട്ടുകാർ പിടിച്ച് ചെവിക്കൽ വളരണം കൊടുത്ത പൈസയും മഹറും ഒക്കെ തിരിച്ച് പിടിച്ച് പറിച്ച് നല്ല ആട്ടി വെച്ച് ഇറക്കി വിട്ടല്ല. അവൻ്റെ കൂടെയും പോയി 3 മാസം കിടന്നിട്ട് വന്നു എന്ന് അവളുടെ ഉമ്മ തന്നെ പറയുന്നുണ്ട്. അതേത് വകുപ്പിൽപ്പെടും? 3 പേരായോ? ഇനി ഗൾഫിലുള്ള വേറൊരുത്തരുണ്ട്, അവൻ്റെ കേസും ഇതുപോലെ പറയുന്നുണ്ട്. 3 ലക്ഷം രൂപ എന്തോ നക്കിയെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കേസ് എന്താണ്? ദിനം ഒരു മാസത്തിൽ ഒരിക്കൽ എന്ന് വെച്ചിട്ട് ദിനം പ്രതി ആളെ മാറുന്ന നീ 5 മക്കളിൽ ഒരുത്തനിൽ 5 മക്കൾ ഉണ്ടായി എന്ന് പറയുന്ന ക്രെഡിബിലിറ്റി എനിക്ക് മനസ്സിലാവുന്നില്ല. 2 വിവാഹമാണ് കഴിച്ചത്, മനസ്സിലായോ? വെച്ചിരിപ്പല്ല, മഹർ വാങ്ങി നക്കി വീട്ടുകാർ കയറി മേയുന്ന ഒരു ഗതികേടും എൻ്റെ ജീവിതത്തിലില്ല. ഇനി 3ാമതൊരുത്തൻ്റെ കൂടെ ഉണ്ടെന്ന് തെളിയിക്കണം, കൊണ്ടുവയ്ക്കണം. രജിസ്റ്റർ ഓഫീസിലോ ലിവിങ് ടുഗദർ ആയിട്ടോ ആരെങ്കിലും സാക്ഷികളുണ്ടെങ്കിൽ കൊണ്ടുവച്ചാൽ സന്തോഷം. ഇങ്ങനെ യാതൊന്നും ഇല്ലാത്തടുത്ത് അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നതിന് മറുപടി കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ചട്ടുകാലം ഉണ്ട്, ജന്മന അല്ല. ഇനിയിപ്പോൾ അങ്ങനെ ആണെങ്കിൽ പോലും ഞാനത് സഹിച്ചു. എത്രയോ മനുഷ്യർ അങ്ങനെ അംഗവൈകല്യമുള്ളവരുണ്ട്. അതുകൊണ്ട് എനിക്കും അങ്ങനെ ഒരു അംഗവൈകല്യം തന്നതിന് ഞാൻ നന്ദി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. പണ്ട് ഈ ഞങ്ങളുടെ ഉസ്താദ് പറയുന്ന ഒരു കാര്യമാണ്, നിന്നോട് റബ്ബിന് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്നെ പരീക്ഷിക്കുന്നത്. നിനക്ക് കൂടുതൽ പരീക്ഷണം തരുന്നുണ്ടെങ്കിൽ നിന്റെ റബ്ബിന് നിന്നോട് അത്രത്തോളം ഇഷ്ടമുണ്ട് എന്നാണ്. നീ ഇന്ന് തള്ളി പറഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് റബ്ബ് നിന്നെ പരീക്ഷിക്കുന്നതാണെന്നാണ് എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം അതായിരിക്കാം. ഞാൻ തള്ളി പറയാൻ വേണ്ടിയിട്ടായിരിക്കും എന്നെ കൂടുതൽ പരീക്ഷിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊന്നും കൂടിയുണ്ട്. നിന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതേ നിനക്ക് തരുള്ളൂ. ഇതെനിക്ക് താങ്ങാൻ കഴിയുമെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും ഇത്രത്തോളം തന്നത്. ഇതിൽ കൂടുതൽ തന്നാലും ഞാൻ താങ്ങുമെന്നറിയാം.
അത് തന്നെയാണ്. അതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നല്ലാതെ എനിക്ക് ആരുടെയും സഹതാപം വേണ്ട. ഈ പറഞ്ഞ ഉത്തരം പറയുന്നതിൽ ഒരു വിഷമം എനിക്കുണ്ട്. മുൻപ് ജസ്ന സലീം ഇതുപോലൊരു കാര്യം പറഞ്ഞു. ഞാനും മകനും തമ്മിലൊരു അഫെയർ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു. വല്ല ഇന്നസെൻ്റായിട്ട് ചോദിച്ചതാണെങ്കിൽ പോലും എനിക്ക് അവൾ പറഞ്ഞതിനേക്കാൾ വേദന തോന്നിയത് ഉത്തര എന്നോട് വന്ന ചോദ്യം ചോദിച്ചപ്പോഴാണ്. നിങ്ങൾ തമ്മിൽ ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ? അവരത്ര ആധികാരികമായി പറയുന്നത് കൊണ്ട് ചോദിച്ചതാണ്. ആ ചോദ്യമാണ് എനിക്ക് ഹേർട്ട് ചെയ്തത്, അല്ലാതെ അവർ പറയുന്നതല്ല. ജയിക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എത്രത്തോളം ഇകഴ്ത്താമോ അത്രത്തോളം ഇകഴ്ത്താം. ഇത്രയധികം മനുഷ്യരെ ആക്രമിച്ചിട്ടും ഇത്രയധികം വൃത്തികേടുകൾ ഗീബൽസ്യൻ തിയറി പോലെ പറഞ്ഞിട്ടും ഞാൻ ഉറച്ചു നിന്ന് തലയെടുപ്പോട് നിന്ന് എൻ്റെ കുടുംബവും എൻ്റെ വീട്ടുപേരും എൻ്റെ നാട്ടുകാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അന്വേഷണത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എനിക്ക് ഉറച്ച വിശ്വാസമാണ് ഞാൻ എന്താണെന്നുള്ളത്. മറ്റൊരാൾ പറഞ്ഞു എന്ന് കരുതി എനിക്കൊന്നും നഷ്ടം വരാനില്ല, അതിൽ ഞാൻ വേദനിക്കുന്നുമില്ല എന്ന് ചുരുക്കം. ഷാജിദ ഷാജിയെ പോലുള്ളൊരു സ്ത്രീ എന്നെപ്പറ്റി മോശം പറഞ്ഞാൽ എനിക്കൊരു കൂടെയുമില്ല. കാരണം പറയുന്ന ഒരാൾക്ക് ആ വ്യക്തിത്വം ഉണ്ടായിരിക്കട്ടെ. 5 മക്കളുടെ ഉത്തരവാദിത്തമാണ്. 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എത്രയോ വർഷക്കാലമായി ഞാൻ എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ സർവത്രവും നശിപ്പിക്കപ്പെട്ട് ഒതുക്കി വെച്ചിട്ട് ജീവിക്കുന്നവളാണ്. പിന്നെ ഉത്തരവുണ്ണി പറഞ്ഞ ഒരു കാര്യം പോയിന്റ് ശരിയാണ്. പൈസയുടെ കുറവുകൾ കൊണ്ടാണ്, ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോകാത്തത്. എന്തിലെങ്കിലും ഒന്നിൽ കുറയ്ക്കാൻ പറ്റുമെങ്കിൽ അത് എൻ്റെ കാര്യത്തിലാണെന്നുള്ള ചിന്തയാണ് എന്നിൻ്റെ അമ്മയ്ക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. എനിക്കതിൽ പ്രയാസമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാം ശരിയായി, എൻ്റെ കാലും ശരിയായി, ഞാൻ നല്ലതുപോലെ നടക്കുമ്പോൾ അപ്പം ഞാനൊരു വീഡിയോ എടുത്തിടാം. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്ത് ഷാളില്ലാത്ത ഒരു കാര്യം കൊണ്ടാണ് ഞാനത് ഒളിച്ചു വെച്ചത്. അത് ഇനി ഇടാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് വന്ന കമൻസ് സഹിക്കാൻ പറ്റുന്ന കമൻസ് അല്ല. പിന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്താണ് ഞാൻ അങ്ങനെ ഒന്നും ഇട്ടത്. അങ്ങനെ ഞാൻ ആരും പറ്റിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു എന്നെ ചട്ടുകാലി എന്ന് വിളിക്കുന്നത്. ഇപ്പം എനിക്ക് ആ പ്രയാസമില്ല. ഇൻഫാക്റ്റ് എനിക്കതിൽ സന്തോഷമാണുള്ളത്. കാരണം ചട്ട് എൻ്റെ കാലിനാണ്, നിങ്ങളുടെയൊക്കെ മനസ്സിനും വ്യത്യാസമുള്ള ഒരുപാടുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമേ ഉള്ളൂ. ഷാജിദ ഷാജിയുടെ ആ ഒരു വിഷയത്തിൽ എൻ്റെ അപ്ഡേഷനാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനിയും ഞാൻ അതുമായിട്ട് മുൻപോട്ട് തന്നെ പോകും, പിന്നോട്ട് പോകത്തില്ല. മാത്രവുമല്ല, ഇന്നലെ ഞാൻ കൊടുത്ത കേസിൽ ഫിജോയും ഉണ്ട്, തനൂജയും ഉണ്ട്. ഇവർക്കെതിരെയൊക്കെ ഞാൻ കൊണ്ടുപോയി പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. കാരണം കുട്ടികളെ വെച്ചിട്ടുള്ള ആക്രമണങ്ങൾ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായതുകൊണ്ടാണ്. വെറുതെ ഒരു നരേഷനാണ് പറയണത്, ഷെഫീന കുഞ്ഞുങ്ങളെ പറയണം. ഷെഫീന കുട്ടികൾക്ക് വേണ്ടി ചെയ്യും, അല്ലാതെ പറച്ചിലൊന്നുമില്ല. വെറുതെ പറയണ സ്വഭാവം ഷെഫീനയ്ക്ക് ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആരാ ഷെഫീന എന്നൊരു ചോദ്യം വരും. ഞാനാ, എൻ്റെ പേര് ഷെഫീന ബിവി എന്നാ. ശരി എന്നാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടാൽ വലിയ സന്തോഷമായിരിക്കും. നമുക്കും കിട്ടട്ടെ 5 സബ്സ്ക്രിപ്ഷനൊക്കെ.